നമസ്കാരം, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എന്ന് പറയാൻ പോകുന്നത് ഡ്രഗ് അഡിക്ഷനും അതിൻ്റെ സാധ്യതകളും എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്കൂളായാലും കോളേജായാലും മറ്റ് പുതിയ ക്യാമ്പസുകളായാലും അവിടെയൊക്കെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഒരു 12, 13, 14, 15, 16, 20, 21 വയസ്സ് വരെയാണ് നമ്മുടെ ഒരു അഡോലസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു 20 വയസ്സ് കഴിയുമ്പോൾ അഡൽട്ട് ആകും. എന്നിരുന്നാലും ആ ഒരു അഡോലസൻസിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് അത് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ പുതിയ സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ പുതിയ സ്ഥലത്ത് പോകുന്നു, ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കോളേജിൽ പുതിയ സ്ഥലത്ത് പോകുന്നു. അവിടെയൊക്കെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ സ്പോർട്സ് അക്കാഡമികളിലും അതേപോലെ സിനിമാ സെറ്റുകളിലും ഇവിടെയൊക്കെയാണ് കൂടുതൽ സാധ്യതകൾ വരുന്നത്. അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടിരിക്കും, നല്ലൊരു ധൈര്യം കിട്ടും, നമുക്ക് ഒത്തിരി നമ്മളിലുള്ള കാലിബർ പുറത്ത് വരും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധ്യത. അടുത്ത് ഇത് നീ ഒരു ആണാണോ അല്ലെങ്കിൽ നീ ഒരു മോഡേൺ പെൺകുട്ടിയാണോ എന്ന് പറയുന്ന നമ്മളെ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അവർ ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരുടെ ഒരു ഗ്രൂപ്പിലിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ആൾറെഡി അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവർ ആൾറെഡി ചിലപ്പോൾ അവിടെ വിഴുന്ന് കിടപ്പുണ്ടായിരിക്കാം, അതിൽ നിന്നും രക്ഷ അവർക്ക് ചിലപ്പോൾ കിട്ടിയില്ലായിരിക്കാം. അത് അവർക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്താലേ അവർക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇങ്ങനെയായിരിക്കാം ഇതിൻ്റെ ഒരു ചെയിനും. ഒരു ന്യൂ കമ്മർ, ആൾറെഡി ഇവിടെ ഉള്ള ഒരാൾ, അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ബിസിനസ്സുമായി നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാത്വേയാണ് അവിടെ കാണുന്നത്. അപ്പം നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ നമ്മുടെ ഒരു ഇൻവിറ്റേഷനിലോട്ട് അവർ വിളിക്കും. പക്ഷെ നമ്മൾ അവിടെ പറ്റില്ല, നോ എന്ന് പറയാനുള്ള ഒരു മനസ്സ്, കരുത്ത് അവിടെ ഉണ്ടാവണം. അത് പറഞ്ഞേ പറ്റൂ. വീണ്ടും അവർ പ്രേരിപ്പിക്കും, നമ്മളോട് വലിയ ഫ്രണ്ട്ഷിപ്പൊക്കെ നടിച്ച് അവരോട് നമ്മളെടുത്ത് വരും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? എനിക്ക് പറ്റില്ല, നോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കണം. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഇതിന് സാധ്യത വരില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ അത്രയ്ക്കും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയ്ക്കും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അയാൾ നമുക്ക് പല സഹായങ്ങളും നമുക്ക് ചെയ്തിരിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു എമോഷണൽ ഫീലിങ്സ് അവിടെ ക്രിയേറ്റ് ആവാം. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ചില മെഡിക്കൽ ഇഷ്യൂസ് പറയണം. അയ്യോ, ഇന്ന് എനിക്ക് പറ്റില്ല, ഞാൻ മെഡിക്കലി ഭയങ്കര വീക്കാണ്, എനിക്ക് പനിയാണ്, എനിക്ക് തൊണ്ടവേദനയാണ്, ചേട്ടൻ പൊക്കോളൂ, അല്ലെങ്കിൽ മോൻ പൊക്കോളൂ, അല്ലെങ്കിൽ കൂട്ടുകാരെ നീ പൊക്കോളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തന്ത്രപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു വരാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ ഇങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ പോയി പെടാതെ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ 2, 3, 4 പ്രാവശ്യമൊക്കെ അവർ ട്രൈ ചെയ്ത് നോക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വരുന്നില്ല, ഓക്കെ, പിന്നെ അവർ നമ്മളെ വലിയ അറ്റാക്കിലോട്ട് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില സിമ്പിൾ മെത്തേഡുകളിൽ കൂടെ തീർച്ചയായിട്ടും അതിലോട്ട് നമുക്ക് പോകാതിരിക്കാം. ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറച്ച് പാടായിരിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പല ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പാരന്റ്സിന് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാരന്റ്സിനോട് പറയാനുള്ളത്, ഒരു പുതിയ സാഹചര്യത്തിൽ നിങ്ങളെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോകുമ്പോഴോ ഒരു പുതിയ സാഹചര്യത്തിൽ പോകുമ്പോൾ അവിടെ വരുന്ന വരാഴികൾ, കാരണം ഇതിപ്പോ ഈ ഇവിടെ എൻവയൺമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ചില ട്രെയിനിങ്ങുകൾ ചിലപ്പോൾ എടുക്കുന്നുണ്ട്, തെറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളൊരു പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് നമ്മൾ എടുക്കുന്നു, ഒരു PSC എഴുതാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, പോലീസിലോ പട്ടാളത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ട്രെയിനിങ് എടുക്കുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ചില ട്രെയിനിങ്ങുകൾ എടുക്കുന്നുണ്ട്, തെറ്റില്ല. ഇതെല്ലാം ചില ലൈഫ് ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പുതിയ എൻവയൺമെന്റ് എങ്ങനെ മീറ്റ് ചെയ്യാം എന്ന് പറയുന്നതിന്റെ ട്രെയിനിങ് നമ്മൾ എടുക്കുന്നുണ്ട്, തെറ്റില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്.